All of you, welcome to iFor Education. So, ഇന്ന് നമ്മുടെ ഒരു സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CACR കഴിഞ്ഞ ആഴ്ച ഒരു നോട്ടീസ് ഔട്ട് ചെയ്തു അല്ലേ. അതായത് ഈ വരാൻ പോകുന്ന ഡിസംബർ 2026 എക്സാം ഇറ്റ്സ് നോട്ട് ഓൺലി CACR UGC നെറ്റ് ലൈഫ് സയൻസ് അല്ലേ, പകരം ഇതൊരു മേർജ്ഡ് എക്സാം ആയിട്ട് വരാൻ പോവുക. വാട്ട് ഈസ് എ മേർജിങ്? ദാറ്റ് ഈസ്, നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് CACR UGC നെറ്റ് ലൈഫ് സയൻസ് എന്ന് പറയുന്നത് CACRും UGC ആണ് മോസ്റ്റ്ലി ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആൻഡ് ദ എക്സാം ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ ദ ഓൾ സിലബസ് ഓൾ ഫ്രം ദ CACR അതോറിറ്റി അല്ലേ. ബട്ട് ആൻഡ് ഓൾസോ ദ അനദർ എക്സാം ഈസ് BET എക്സാം. വി നോ ദാറ്റ് BET എന്ന് പറഞ്ഞാൽ എന്താ? ബയോടെക്നോളജി എലിജിബിലിറ്റി ടെസ്റ്റ് എക്സാമാണ്. ഈ BET എക്സാം പൊതുവെ എഴുതുന്നത് MSc ബയോടെക് ഓർ BTech ബയോടെക് ജനറ്റിക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് നോർമൽ കേസിൽ BET എക്സാം എഴുതുന്നത്. സോ ദാറ്റ് BET എക്സാം ഈസ് കണ്ടക്റ്റഡ് ബൈ DBT, ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി അതോറിറ്റി ഓഫ് ഇന്ത്യ. അവരായിരുന്നു ഒരു എക്സാമിൻ്റെ ഓൾ ഫെലോഷിപ്പുകളും സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നതും. എക്സാം ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻസ് ഓൾ ദ സെൻട്രൽ അതോറിറ്റി എന്ന് പറയുന്നത് BET എക്സാമിൻ്റെ DBT ആണ്. ബട്ട് ഫ്രം ദ ലാസ്റ്റ് വീക്ക് CACR HRDG.trust.in എന്ന് പറയുന്ന CACR HRDG.trust.in എന്ന് പറയുന്ന നമ്മുടെ ഒഫീഷ്യൽ CACRൻ്റെ വെബ്സൈറ്റിൽ നമുക്കൊരു നോട്ടീസ് കാണാൻ പറ്റിയില്ല. That is, the notice is mainly focusing on the merging exam. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള CACR UGC നെറ്റ് ലൈഫ് സയൻസ് എക്സാമും മറ്റ് JRF എക്സാമും DBT കണ്ടക്ട് ചെയ്യുന്ന BET എക്സാമും ഡിസംബർ 2026 സൈക്കിൾ മുതൽ ഇറ്റ്സ് കമ്പൈനിങ് ഓർ ഇറ്റ്സ് വർക്കിംഗ് ആസ് എ സിംഗിൾ എക്സാം. അതായത് നമ്മളൊരു ബോട്ടണി സ്റ്റുഡൻ്റ് ആണെങ്കിലും when we are from any traditional life science subjects and also when we are from any modern biology subjects, all the students need to write one exam. എല്ലാവരും ഒരു സിംഗിൾ എക്സാം ആണ് എഴുതേണ്ടത് അല്ലേ. ദാറ്റ് ഈസ് ദ മേർജിങ് മീൻസ്. അപ്പോൾ ഈ മേർജിങ് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകണേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത് കാണുന്ന ഒരാൾക്ക് മീൻസ് മേ ബി ഒരു ആസ്പിറൻറ്റിന് he or she have many accuracy, ഒരുപാട് questions അവരുടെ ഉള്ളിലുണ്ടാവും. Then the first one is how the pattern will be or what are the syllabus, is the syllabus will be changing അല്ലേ, സിലബസ് മാറുമോ എന്നൊക്കെ ഉള്ളതാണ്. സോ ഓൾ ദാറ്റ് സിലബസ് ഡെഫിനറ്റ്ലി മാറുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഡിസംബർ 2024 ടൈമിൽ CACR ഈ ഒരു മേർജിങ്ങിനെ പറ്റിയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പ്രപ്പോസ് ചെയ്ത സമയത്ത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ആസ്പിരൻസ് അവരുടെ ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സിലബസ് ഈസ് ദ മെയിൻ ഇഷ്യൂ അല്ലേ. കാരണം നമുക്കറിയാം ഒരു മോഡേൺ ബയോടെക്നോളജി ഫീൽഡിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളൊരു മീൻസ് ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് സയൻസ് ആസ്പിറൻറ്റും ആൻഡ് ഓൾസോ ട്രഡീഷണൽ ലൈഫ് സയൻസ് സബ്ജക്റ്റ് പഠിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സബ്ജക്റ്റും സം ഓഫ് ദ ടോപ്പിക്സ് വിൽ ബി സിമിലിയർ അല്ലേ. ഒരു മേ ബി ഒരു 50% ഓഫ് സബ്ജക്ട്സ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ദേ വർ ഷെയറിങ് ദ സെയിം ടോപ്പിക്. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസിക്കൽ ഓർ ട്രഡീഷണൽ ലൈഫ് സയൻസ് പഠിച്ചിട്ടുള്ള ബോട്ടണി സുവോളജി സബ്ജക്റ്റ് പഠിച്ചിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ ഫിസിയോളജി ലൈക്ക് ദാറ്റ് ആ ഒരു ഏരിയ ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം they were more focusing on traditional like that taxonomy or something physiology, something that is hematology or like that. അങ്ങനെയൊക്കെയുള്ള പോർഷൻസ് ആയിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഇൻ കേസ് ഓഫ് മോഡേൺ ബയോളജി സ്റ്റുഡൻസ് ദാറ്റ് ഈസ് ഇൻ ബയോടെക്നോളജി ജനറ്റിക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ദേ വർ ഫോക്കസിങ് ഓൺ അപ്ലൈഡ് പോർഷൻ. ദേ ആർ വർക്കിംഗ് സം മോർ അപ്ഡേറ്റഡ് വേർഷൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്ത ഏരിയാസാണ്. ഇപ്പോൾ മോർ ഇൻ കേസ് ഓഫ് CACRൻ്റെ കേസിൽ തന്നെ നമുക്കറിയാൻ പറ്റും നമുക്ക് നമ്മുടെ ഒരു ട്രഡീഷണൽ സബ്ജക്റ്റ് കൊണ്ട് മാത്രം വി കോൺ ക്വാളിഫൈ CACR JRF. മേ ബി നമുക്ക് PhD ഉള്ളി ഓർ നെറ്റിലേക്കൊക്കെ മേ ബി എത്താൻ പറ്റും. ദാറ്റ്സ് ഓൺലി കേസ് ഓഫ് ഐ തിങ്ക് OBC. എന്നാലും അതൊരു ജനറൽ കാറ്റഗറിയിൽ വരുന്നൊരു മാർക്കിലേക്കൊന്നും നമുക്ക് ഓൺലി നമ്മുടെ സബ്ജക്റ്റ് കൊണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ബട്ട് ഇഫ് ദേ ആർ merging like this, definitely the syllabus will be some more wide. We know that
currently the syllabus of CSIR UGC NET is very wide syllabus. It consists of 13 units. നമ്മളൊരു syllabus analysis വീഡിയോയിൽ we discuss more അല്ലേ? ആ 13 യൂണിറ്റ്സും അതിലെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇൻ ദിസ് കേസ് ഈ merging കൊണ്ടുവന്ന സമയത്ത് the authorities will be introduce additional 3 units. 3 പുതിയ യൂണിറ്റ്സുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് 3 യൂണിറ്റ് ഈസ് കോർലി ഫ്രം ബയോടെക്നോളജി ടോപ്പിക്. അതായത് മുന്നേ എവല്യൂഷൻ ആൻഡ് ബിഹേവിയർ എന്നുണ്ടായിരുന്ന ടോപ്പിക്കിലെ ബിഹേവിയർ അവരെന്ത് ചെയ്തു, എക്കോളജി യൂണിറ്റിൻ്റെ കൂടെ അവർ മിങ്കിൾ ചെയ്തു. ആൻഡ് പുതിയ 3 ചാപ്റ്റേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലൈക്ക് ദാറ്റ്. ഇതാണ് സിലബസിൽ വന്നിട്ടുള്ള വലിയ മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് നമുക്ക് ആസ്പിറൻസ് ഉണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഈസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ബാലൻസ്ഡ്. നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന CSER ആൻഡ് DBT മേർജ് ചെയ്ത് നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവർ തന്നെ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. They want to make the students more, we want to attend or we want to focus on more conceptual analytic type questions and also research aptitude. So because in any category, in case of PhD or in case of LS lectureship or in case of JRF, the ultimate aim എന്ന് പറയുന്നത് that is doing research like that. So the student or aspirant who write the exam, who write the CSER, UGC, DBT exam. പിന്നെ മുതൽ CSER UGC ലൈസൻസ് എക്സാം എന്നല്ല നമ്മൾ പറയുന്നത് അല്ലേ, CSER UGC DBT അല്ലെ, CSER UGC DBT ലൈഫ് സയൻസ് എക്സാമാണ്. ഇനി മുതൽ December 26 മുതൽ ഈ രീതിയിലാണ് നമ്മൾ പറയുന്നത്. സോ സിലബസിൽ വൈഡ്ലി ചേഞ്ചസ് വന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലും നല്ല രീതിയിലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ പാറ്റേണിൽ എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് ദ കറൻറ്റ് പാറ്റേൺ ഓഫ് CSER നമുക്ക് എല്ലാവർക്കും അറിയാം. ഹ്യൂജ് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് പാർട്ട് C ആണ്. ബിക്കോസ് ദാറ്റ് പാർട്ട് C ഈസ് എ ഹ്യൂജ് ക്വസ്റ്റ്യൻ ആൻഡ് ഓൾസോ the question is very conceptual and the question is more research field, more research aptitude like that. കുറച്ചും കൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൺസെപ്ച്വൽ അനലിറ്റിക്കൽ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കറൻ്റ്ലി CSERൻ്റെ പാറ്റേണിലുള്ള C പാർട്ട് ക്വസ്റ്റ്യൻസ്. സോ വി നോ ദാറ്റ് മച്ച് ഡിഫിക്കൽട്ടി ഇസ് ഇറ്റ്, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ വൺ ഓഫ് ദ റീസൺ ഓഫ് ദിസ് മെർജിങ് ഈസ് to avoid the redundancy, because ഇപ്പോൾ DBT എക്സാമിലാണെങ്കിലും ആൻഡ് CSERലാണെങ്കിലും there will be redundancy of portions. ചില ഏരിയാസ് അവർക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ മെയിനായിട്ട് ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് മോർ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യാനും ആൻഡ് ഓൾസോ ഈ പറഞ്ഞ പോലെ റിഡൻഡൻസി ഓഫ് എക്സാംസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു മേർജിങ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ദ എക്സാം പാറ്റേൺ വിൽ ഓൾസോ ഡെഫിനറ്റ്ലി ചേഞ്ചിങ്. അപ്പോൾ അത് എക്സാം പാറ്റേൺ എന്താണെന്നുള്ളത് അവരിപ്പോൾ പറഞ്ഞിട്ടില്ല. ദേ ആർ ജസ്റ്റ് സേ ഇറ്റ് വിൽ മെയിൻലി ഫോക്കസിങ് ഓൺ കൺസെപ്ച്വൽ, അനലറ്റിക്കൽ ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് മോഡ്. അത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മാത്രം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് മറ്റ് ഒരു ആസ്പിരൻസ് ഉണ്ടായേക്കാവുന്ന മറ്റൊരു കൺഫ്യൂഷനാണ്, is there is any reduction in number of JRF or number of seats they providing. നമുക്കറിയാം ഇപ്പോൾ കറൻ്റ്ലി CSER എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സീറ്റുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ദേ പ്രൊവൈഡിങ് എ പർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രൊവൈഡിങ് ദ JRF ഫെലോഷിപ്പ് സ്റ്റൈപ്പൻഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ദാറ്റ് ബെറ്റർ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവരുടെ PhD ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ റിസർച്ചിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് JRF അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മേർജ് ചെയ്യുന്ന ടൈമിൽ, എക്സാം മേർജ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ മറ്റൊരു ഡൗട്ട്. മീൻസ് CSER ആസ്പിരൻസിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ ഒരു ഡൗട്ട് അതായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി അവർ പറയുന്നു there is no change in number of JRF. അവർ 2 അതോറിറ്റീസും
പ്രൊവൈഡ് ചെയ്യുന്ന JRFൻ്റെ എണ്ണത്തിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല. അവരെന്താണോ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സെയിം JRF ആയിരിക്കും അവർ വരാൻ പോകുന്ന മേർജിങ് എക്സാമിലും അവരെന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. മറ്റൊരു കാര്യമുള്ളത് നമുക്കറിയാം, ഇപ്പോൾ ഇൻ ദ പ്രീവിയസ് കേസസ്, അതായത് മുന്നേ വരെയുള്ള DPT കണ്ടക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി കണ്ടക്ട് ചെയ്യുന്ന ബെറ്റ് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഓൺലി ഗെറ്റ് എ ബയോടെക്നോളജി എലിജിബിലിറ്റി. അവർക്ക് ബെറ്റ് മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദേ ആർ നോട്ട് എൻറോൾ ആസ് എ ലെക്ചർഷിപ്പ്. അവർക്ക് ലെക്ചർഷിപ്പ് കിട്ടൂല. ലെക്ചർഷിപ്പ് കിട്ടണമെങ്കിൽ ദേ വാണ്ട് ടു റൈറ്റ് ദ CSER. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബെറ്റ് എഴുതി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ബയോടെക്നോളജി എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈഡ് ആയി, ആൻഡ് ഓൾസോ ദേ ക്യാൻ ഹാവ് ദയർ JRF. ആ ഒരു സാധനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, ബെറ്റിന് കിട്ടുന്ന ഒരു ഫെലോഷിപ്പ് അവർക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു മേർജിങ് വന്നു കഴിഞ്ഞാൽ ബയോടെക്നോളജി സ്റ്റുഡൻസിൻ്റെ കേസിൽ നോർമലി CSERൽ ക്വാളിഫൈഡ് ആവുന്ന പോലെ തന്നെ ഇവർ 3 കാറ്റഗറീസ് ക്വാളിഫൈഡ് ആയിരിക്കും. വി നോ ദാറ്റ് ദി കാറ്റഗറി 1 എന്ന് പറയുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. ദാറ്റ് ഇസ് JRF അവർ ക്വാളിഫൈഡ് ആയിരിക്കും. ഓർ they are also qualified for lectureship, that is NET, and also they are qualified for PhD only category. അങ്ങനെ 3 കാറ്റഗറീസും ആര് ക്വാളിഫൈഡ് ആയിരിക്കും? നോർമൽ ബയോടെക്, അതായത് നോർമലി പെറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾ ദേ ആർ നോട്ട് ക്വാളിഫൈഡ് ഓൾ ദീസ്. അവർ നെറ്റ് ക്വാളിഫൈഡ് ആയിരുന്നില്ല, അവർ PhD only ക്വാളിഫൈഡ് ആയിരുന്നില്ല. ദേ ആർ ഓൺലി ക്വാളിഫൈഡ് ഫോർ ബെറ്റ് എക്സാം ആൻഡ് ദേ ക്യാൻ പ്രൊവൈഡ്. അവർ ബയോടെക്നോളജി എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമായിരുന്നു മീൻസ് എലിജിബിൾ ആയിരുന്നത്. ബട്ട് ഫ്രം ദ മേർജിങ് ഓൺവേർഡ്സ് നമ്മൾ CSER പ്രൊവൈഡ് ചെയ്യുന്ന 3 കാറ്റഗറിയും ഇവരെന്തായിരിക്കും? ക്വാളിഫൈഡ് ആയിരിക്കും. സോ ഈ ഒരു മേർജിങ് നമ്മൾ നെക്സ്റ്റ് ടേമിലാണ്, 2026 ഡിസംബർ ടേമിലാണ് വരുന്നത്. സോ ഇനി വരാൻ പോകുന്ന അപ്കമിങ് ആയിട്ടുള്ള 2026 ജൂണിലെ എക്സാമിന് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവില്ല. ഇറ്റ്സ് ഒക്കറിങ് നമ്മൾ മുന്നത്തെ ഉള്ള ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ട് തന്നെ ജൂണിലെ എക്സാം അതുപോലെ തന്നെ നടക്കുന്നുണ്ടാവും. സോ വി വാണ്ട് ടു മോർ ഫോക്കസിങ് ഓൺ ജൂൺ എക്സാം. ജൂൺ എക്സാമിലേക്ക് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് ഓൾ ദി ചേഞ്ചസ്, എന്തൊക്കെയാണ് പാറ്റേണിൽ ഉണ്ടാവാൻ പോകുന്ന വ്യത്യാസങ്ങൾ തുടങ്ങിയ ഒരു കാര്യങ്ങൾ നമുക്കറിയില്ല. മേ ബി വി നോ ഫ്രം വെൻ ദേ ആർ പ്രൊവൈഡിങ് ദ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഡെഫിനറ്റ്ലി മോഡൽ ക്വസ്റ്റ്യൻസ് അവർ തരും. എങ്കിലേ നമുക്കൊരു ഓവറോൾ ഐഡിയ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഉണ്ടാവുള്ളൂ. സോ എനിവേ, യു ഗൈസ് want to prepare well with iFor Education. Thank you so much for you. Thank you.